എന്നാൽ ഈ സമയത്ത് അവളത് വെളിപ്പെടുത്തേണ്ടതില്ലായിരുന്നു. ബുദ്ധിമോശം എന്നല്ലാതെ എന്തു പറയാനാ? അവള് തുറന്നുവിട്ട കുടത്തിലെ ഭൂതം അവളെ തന്നെ ഇല്ലാതാക്കും. കുഞ്ഞമ്മേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? പഞ്ചരത്നത്തിൽ വെച്ച് സുശീലാന്റി ഇന്ദ്രനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാ അവൻ തന്റെ മകനല്ല എന്ന് പറഞ്ഞത്. ആ വാക്ക് നിരുപാധികം പിൻവലിക്കാനാ സുശീലാന്റി പോയിരിക്കുന്നേ. എന്താ കുഞ്ഞമ്മേ, സുശീലാന്റി പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല സാറേ, ഇന്ദ്രനെ സുശീല പ്രസവിച്ചതല്ലെന്ന് അവള് പറഞ്ഞില്ലേ? അതാ സത്യം. ആ സത്യം ഇനി അവള് മൂടിവെക്കാൻ നോക്കിയാലും ഇന്ദ്രനെ സുശീല പ്രസവിച്ച മകനല്ല എന്നുള്ളതിന്റെ സാക്ഷിയാ ഈ കുഞ്ഞമ്മ. താമസിയാതെ ഇന്ദ്രനും ആ സത്യം അറിയും. അറിയട്ടെ, അറിയണം. അമ്മയുടെ മനസ്സിൽ നിന്ന് മകനെ എടുത്ത് കളഞ്ഞതുപോലെ മകന്റെ മനസ്സിൽ നിന്ന് അമ്മയെ എടുത്ത് കളയട്ടെ. അപ്പോഴേ സുശീലയ്ക്ക് മനസ്സിലാവും ഇന്ദ്രന്റെ വില. എന്തായി ഏട്ടാ, കുഞ്ഞമ്മ കണ്ടോ? ഇല്ല സത്യ, കുഞ്ഞമ്മ അവിടെ ഇല്ല. അമ്മ അവിടെ നിന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയോ? ആ, അമ്മയോടെ ഉണ്ട്. അമ്മയോട് ഞങ്ങൾ സംസാരിച്ചു ഇന്ദ്രേട്ടാ. നമ്മള് പ്രതീക്ഷ പോലെ തന്നെയാ കാര്യങ്ങള്. നമ്മളെ തോൽപ്പിക്കാൻ കയ്യിലെ ആയുധങ്ങളൊക്കെ തീർന്നപ്പോ രക്തബന്ധത്തെ തൊട്ട് കളിച്ചു നോക്കിയതാ. അമ്മ നിങ്ങളോട് തുറന്നു പറഞ്ഞോ, അതോ നിങ്ങൾ വായിച്ചെടുത്തതോ? അല്ല ഇന്ദ്രേട്ടാ, ഞങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ മുൻപിൽ ഇന്ദ്രേട്ടനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇടിച്ചിടാൻ നോക്കിയതാ ഇന്ദ്രേട്ടനെ. ഇപ്പോഴും അമ്മയ്ക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അത്ര ലാഘവത്തോടെയാ അമ്മ സത്യം തുറന്നു പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പ്രതിഭേ. അമ്മയ്ക്ക് ഞാനില്ലെങ്കിലും 2 മക്കൾ വേറെയുണ്ട്. പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് ഓർമ്മ വെച്ചതു മുതൽ എൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഒരൊറ്റ ആളാ. അമ്മ എന്നെ തള്ളി പറഞ്ഞാൽ പിന്നെ എനിക്കാരുണ്ട്? ഇന്ദ്രേട്ടാ, ഇപ്പൊ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ലേ? ഇനി സമാധാനായിട്ടിരിക്കും. ഹർഷയുടെ വീട്ടിൽ വെച്ച് തന്നെ സത്യം നമ്മൾ അറിഞ്ഞതല്ലേ? ഇപ്പോ ഇവരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് അത് വിശ്വസിക്കിന്ദ്രേട്ടാ. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അനു. പക്ഷേ എനിക്ക് ആ സത്യം അമ്മയിൽ നിന്ന് നേരിട്ട് കേൾക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മകനല്ലാന്ന് പറഞ്ഞ അമ്മ തന്നെ എന്റെ മുഖത്ത് നോക്കി പറയണം, ഇന്ദ്ര, നീ എന്റെ മൂത്ത മകനാണെന്ന്. ഏട്ടാ,
അമ്മ മുറിയിലുണ്ട്. ഏട്ടൻ അങ്ങോട്ട് ചെല്ല്. നിങ്ങൾ മാത്രമായിട്ടൊന്ന് സംസാരിക്കുക.